പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ മാ ഉൻസിലത്ത് സൂറത്തുൻ നളറ ബഅദുഹും. ഏതെങ്കിലും ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ അവരിൽ ചിലർ മറ്റു ചിലരെ നിങ്ങളെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന ചോദ്യഭാവത്തിൽ നോക്കും. എന്നിട്ട് അവർ തിരിഞ്ഞു കളയുകയും ചെയ്യും. അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗമായതിനാൽ അള്ളാഹു അവരുടെ മനസ്സുകളെ തിരിച്ചു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഖുർആനിൽ ഏതൊരു സൂക്തം അവതരിപ്പിക്കപ്പെടുമ്പോഴും എന്ത് ചെയ്യും? മറ്റുള്ളവരെ നോക്കും, ഞങ്ങളാരും കാണുന്നുണ്ട്. കാരണം ഖുർആൻ വെച്ചാൽ അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹുവിന് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു എല്ലാ രാജാതിരാജനാണ്, ആരെയും ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ അവനൊരു കാര്യം പറയാൻ ആരും ഭയപ്പെടേണ്ടതില്ല, അതുകൊണ്ട് വെട്ടി തുറന്ന് പറയും. ചെറിയ കുട്ടികളെ പോലെ, ചെറിയ കുട്ടികൾ എന്തും വെട്ടി തുറന്ന് പറയുമല്ലോ. പണ്ട് എൻ്റെ ബൈക്കിൽ ഒരു വ്യക്തി, നമ്മൾ ബന്ധത്തിൽപ്പെട്ട ഒരു വ്യക്തി കയറിയിരുന്നു. എൻ്റെ ചെറിയ മകളും പണ്ട് കുറേ മുമ്പായിരുന്നു കേട്ടോ. ചെറിയ മകള് എൻ്റെ തൊട്ടപ്പിറകിലും അതിൻ്റെ ബാക്കിൽ വേറൊരു വ്യക്തി ബന്ധത്തിൽപ്പെട്ട. അപ്പോൾ അവൻ്റെ വ്യക്തിക്ക് അല്പം കുടവയറുണ്ട്. നമ്മളെ ആരും പരിഹസിക്കാറില്ലല്ലോ, ആരും പരിഹസിക്കാൻ പാടുമില്ല. അപ്പോൾ എൻ്റെ മകൾ പറയാം, നിങ്ങൾക്ക് നല്ല കുടവയറുണ്ടല്ലോ, വെള്ളം നല്ലോണം തട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് ഒന്നും നിഷ്കളങ്കമായ മനസ്സാണ്, അവർ ഒക്കെ വെട്ടി തുറന്ന് പറയും, എന്തുണ്ടെങ്കിലും അവർ തുറന്ന് പറയും. അപ്പോൾ അതുപോലെയാണ് അള്ളാഹു എല്ലാ കാര്യവും തുറന്നു പറയും. സത്യനിഷേധികളുടെ എല്ലാ കുതന്ത്രങ്ങളും ഒക്കെ പല സൂറത്തുകളിലും പറയുന്നുണ്ടല്ലോ. പല ഭാഗങ്ങളിലും സത്യനിഷേധികളുടെ കാര്യങ്ങൾ, മുനാഫികളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അറിയാം തങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഓരോ സൂക്തം ഇവർ കൂട്ടത്തിലിരിക്കും. ഇതിപ്പം ഇത് പറയുന്ന കപടവിശ്വാസികളെ കുറിച്ചാണ്. അപ്പോൾ പള്ളികളിലും ഒക്കെ ഉണ്ടാവും ഈ കപടവിശ്വാസികൾ. അവർ നിവൃത്തികേട് കൊണ്ട് വന്നതാണ്. ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ നല്ല വിശ്വാസമുള്ളവർ മാത്രമേ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇസ്ലാം പല യുദ്ധങ്ങളും വിജയിക്കുകയും പല സാമ്രാജ്യത്വ സ്വത്തുകൾ കിട്ടുകയും ചെയ്ത് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്ത് കൂട്ടമായി മറ്റുള്ളവർ വന്നാണ്. വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഇസ്ലാമിൻ്റെ കൂടെ വന്നാൽ ഇപ്പം നേട്ടമുണ്ട്. മാത്രമല്ല അറിയപ്പെടുന്ന പലരും മുസ്ലിങ്ങളാണ്, ഇസ്ലാം സ്വീകരിച്ചവരാണ്. പിന്നെ പല അറിയപ്പെടുന്നവരും കരുത്തുറ്റവർ, ഉമർ ഖലീഫ, അങ്ങനെ പല ആൾക്കാരൊക്കെ കരുത്തുറ്റവരാണ് ഇസ്ലാമിലുള്ളത്. അങ്ങനെ നേട്ടം കൊതിച്ചു വന്നവരാണ് ഈ കപടവിശ്വാസികൾ. അപ്പോൾ ഇവർ ചത്തവൻ്റെ വീട്ടിൽ കൊന്നവൻ്റെ പാടെന്ന് പറഞ്ഞ മാതിരി ഇവരിങ്ങനെ നിൽക്കുകയാണ് ഇതിൽ. ഇപ്പോൾ ഒരു കൊലപാതകി, ഇപ്പോൾ മരിച്ചവൻ്റെ വീട്ടിൽ കൊലപാതകിക്ക് ഏത് രൂപത്തിൽ നിൽക്കാൻ കഴിയും? അത്രക്കും അല്ലേ, മുള്ളിൽ ചവിട്ടി മാതിരി നിൽക്കണം അല്ലേ, ആരെയും അറിയിക്കാത്ത പോലെ വിഷമം അനുഭവിക്കും വേണം അല്ലേ. ഒരു വാക്കിലോ നോക്കിലോ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ എന്തായാലും പിടിക്കപ്പെടും. അപ്പം അത്രക്കും കരുതലോടുകൂടിയാണ് ഇവർ ഈ കപടവിശ്വാസികൾ ഈ ഇസ്ലാമിക സൊസൈറ്റിയിൽ നിൽക്കുന്നത്. ഓരോ സൂക്തം അവതരിക്കുമ്പോൾ ഇവർക്ക് പേടിയാണ്, ഞങ്ങളെക്കുറിച്ചാണോ പറഞ്ഞത്. അപ്പോൾ ഒരു മരണാസന്നമായ ഭീതിതനായി നോക്കുന്ന പോലെ അവർ മുസ്ലിങ്ങളെ ഇടങ്കണ്ണിട്ട് നോക്കും, ഞങ്ങളാരും ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ എന്നുള്ള രൂപത്തിൽ. കാരണം എല്ലാവരുടെ സ്വഭാവങ്ങളും ഈ കപടവിശ്വാസികൾ മൊത്തം സ്വഭാവം അള്ളാഹുവിന് അറിയാമല്ലോ. അള്ളാഹു എല്ലാ മനസ്സുകളിൽ ഒളിപ്പിച്ച രഹസ്യം വരെ അള്ളാഹുവിന് അറിയാമല്ലോ. അള്ളാഹു വെട്ടി തുറന്ന് പറയും. അപ്പോൾ ഇവർക്കത് ഭയമാണ്. അതുകൊണ്ട് ഇവർ ഏത് അധ്യായം അവതരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? മറ്റുള്ളവരോ ഇടങ്കണ്ണിട്ട് നോക്കും, ആരും ഞങ്ങൾ നോക്കുന്നുണ്ടോ എന്നുള്ളത്. അവർ കാര്യം ഗ്രഹിക്കാത്ത ജനവിഭാഗമായതിനാലാണ് അള്ളാഹു അവരുടെ മനസ്സുകളെ തിരിച്ചു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്. അല്പം ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ഇവർക്ക് ഇസ്ലാം സ്വീകരിക്കാൻ. കാരണം അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ഞങ്ങളിങ്ങനെ ഒട്ടും കട്ടൊളിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല, അള്ളാഹു എല്ലാം കാണും എന്നുള്ള ബോധം കൂടി ഇവർക്കില്ല. അല്ലെങ്കിൽ ഇസ്ലാമിന് മഹത്വമുണ്ട്, അതുകൊണ്ടാണ് ഇവർ ബദർ യുദ്ധത്തിൽ വിജയിച്ചത്, മറ്റു യുദ്ധങ്ങളിൽ വിജയിച്ചത് എന്നുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് കപടവിശ്വാസികൾ. അതൊന്നും അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല എന്നാണ് ഇവിടെ പറയുന്നത്.
ശേഷം പറയാം, തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതൻ വന്നിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനും സത്യവിശ്വാസികളുടെ അത്യന്തം ദയാലുവും കാരുണ്യവുമാനാണ് അദ്ദേഹം. അപ്പം പറയണം, നിങ്ങൾക്ക് നിങ്ങളുടെ ദൂതൻ വന്നിരിക്കും. നിങ്ങളിൽ നിന്നുള്ള ദൂതനാണ്, മറ്റുള്ള നാട്ടുകളിൽ നിന്ന് വന്നതല്ല. അത് അള്ളാഹുവിൻ്റെ എക്കാലത്തുമുള്ള സമീപനമാണ്. ഇനി അങ്ങോട്ടുമുള്ള സമീപനം അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നിങ്ങളിൽപ്പെട്ട ഒരു ദൂതനാണ്. എപ്പോഴും അള്ളാഹു ഒരു നാട്ടിലെ പ്രവാചകനെ അയക്കുമ്പോൾ ആ നാട്ടിലുള്ള വ്യക്തികളെ അയക്കുക, പുറമെന്നുള്ള ഒരാളെ അയക്കാറില്ല. കാരണം പുറമെന്നുള്ള അയച്ചിട്ട് കാര്യമില്ല. അള്ളാഹു യുക്തിമാനാണല്ലോ. ആ നാട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഉള്ളുവള്ളികളും എല്ലാ പൾസും അറിയുന്ന ആ നാട്ടിൽ ജീവിച്ചു വളർന്ന ആ വ്യക്തി. അങ്ങനെയാണ് ഏതൊരു നാട്ടിലും പ്രവാചകനെ അയച്ചിട്ടുള്ളൂ അള്ളാഹു. അതുകൊണ്ട് പ്രവാചകനും അവരുടെ ജീവിതത്തിൽ ജീവിച്ചു വളർന്നവനാണ്. സത്യസന്ധന് പേര് കേട്ട വ്യക്തിയാണ്. സത്യനിഷേധികൾ വരെ പ്രവാചകനെ സത്യനിഷേധികൾ എന്നാണ് വിളിച്ചിരുന്നതിന് മുമ്പ്. പക്ഷേ ഇസ്ലാം പ്രവാചകത്വം സ്വീകരിച്ചതോടുകൂടി, അല്ലെങ്കിൽ ഏകദൈവത്വം പ്രഖ്യാപിക്കുന്നതോടുകൂടി അവരെന്ത് ചെയ്തു? പ്രവാചകനെ പല മുദ്ര കുത്താൻ തുടങ്ങി. ഭ്രാന്തനെന്നും കവിയെന്നും എന്താണ് കുന്നിൻ ചെരുവിൽ ഈത്തപ്പന എന്നൊക്കെ പറയാൻ തുടങ്ങി മാതല്ല. അപ്പം ഇവർക്ക് എന്താണ്, ഇവരെ സുഖലോലുപതയിൽ ജീവിച്ചു കൊണ്ട് പോകണം. പിന്നെ കുറേ ആൾക്കാർ എന്ത് ചെയ്യും? പണക്കാർക്ക് അടിമപ്പണി ചെയ്യുന്നവരേക്കും സമൂഹത്തിൽ പല പ്രമാണിമാരുണ്ടാവും. അവർക്ക് പ്രവാചകൻ വരുന്ന ഇഷ്ടമല്ല. അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുത്തതും അതിൽ പാര വെച്ചതൊക്കെ ആരായിരുന്നു? ഇവരുടെ തന്നെ അടിമമാരായിരുന്നു. അതിൽ ഏറിയ കൂറും നായന്മാർ, ബ്രാഹ്മണന്മാർ, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിനെതിരെയാണ്. കാരണം അവർക്ക് നല്ല സുഖത്തിൽ ജീവിക്കുന്നുണ്ട്. ഗാന്ധിജിയൊക്കെ പറഞ്ഞെന്താണ്? പാവപ്പെട്ടവനെ സഹായിക്കണം, സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ ഇവർക്ക് പണക്കാർക്ക് ഇത് പറ്റില്ല. അവർക്കറിയാം ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നറിയാം. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പാര വെച്ചതധികം പണക്കാരായിരുന്നു. അവർ എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്, മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു കുറച്ച് ഭാഗം. നമ്മുടെ 1921 വർഗീയ ലഹളൊക്കെ ഉണ്ട്. അതിൽ പാര വെച്ചതുമൊക്കെ മുസ്ലിം ധനാഢ്യന്മാരായിരുന്നു. പാവപ്പെട്ടവരാണ് അധികം ഇതിന് ഏറ്റെടുത്ത് നടത്തിയത്. ഇപ്പോൾ ഏത് ഇതിലൊക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൊക്കെ ചുക്കാൻ പിടിക്കുന്നതും പ്രവർത്തിക്കും ജീവൻ കൊടുക്കുന്നതും ഒക്കെ പാവപ്പെട്ടവരായിരിക്കും. ഇപ്പോൾ നമ്മൾ പഴശ്ശിരാജ സിനിമ ഉണ്ടല്ലോ, അതിൽ പഴശ്ശിരാജയെ സഹായിക്കുന്നത് കുറിച്യർ എന്നുള്ളൊരു വിഭാഗമാണല്ലോ, ഏറ്റവും താഴ്ന്ന വിഭാഗം. അവർക്ക് അപ്പോൾ അവർ രാജാവ് പറഞ്ഞത് കേട്ടു. അവരുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ തോറ്റുകൂടി പോയത്. കാരണം അവർ വലിയ മരങ്ങളുടെ മുകളിൽ കയറി നിന്നിട്ട് നല്ല വിഷം പുരട്ടിയ അമ്പുകൾ എറിയാൻ നല്ല കഴിവുറ്റവരാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇങ്ങനെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ തോറ്റ് പിന്മാറേണ്ടി വരുന്നു. അവരുടെ കയ്യിൽ വലിയ ആയുധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ മുമ്പിൽ ആ നാടിൻ്റെ പൾസ് അറിയുന്നവരാണ് ഈ കുറിച്യരൊക്കെ. അപ്പോൾ അവരുടെ പ്രവർത്തനം മൂലം ബ്രിട്ടീഷുകാർ തോറ്റ് പിന്മാറേണ്ടി വരുന്നു. ബ്രിട്ടീഷുകാരാവട്ടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കുകയുമില്ല. ഇവിടുത്തെ വളരെ ചെങ്കുത്തായ പ്രദേശങ്ങളൊക്കെ ആണ്. അങ്ങനെയും ഒരു പല ഇതിൽ അപകടങ്ങളിൽപ്പെട്ട് ഒരു മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ രോഗങ്ങൾ മൂലം ഒക്കെ മരണപ്പെട്ടു പോയി. അപ്പം പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ആ കുറിച്യർക്ക് അവരെ എളുപ്പം തോൽപ്പിക്കാൻ കഴിഞ്ഞ ആ നാടിനെ പറ്റി അറിയുന്നവരാണ്. അതുപോലെ തന്നെ പ്രവാചകന് ആ നാടിനെ പറ്റി അറിയുന്നവർക്ക് മാത്രമേ ആ നാടിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുള്ളൂ. പുറമെന്ന് വരുന്നവർക്ക് അറിയില്ല ആ നാട് എന്താണ്, ആ നാടിൻ്റെ പ്രത്യേകത എന്തൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ പല വിദേശ നിർമ്മിത കാറുകളും പരാജയപ്പെട്ടു പോകുന്നത്. പക്ഷെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാറുകൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മാരുതി സുസുക്കിയും അങ്ങനത്തെ ടാറ്റ അങ്ങനത്തെ വണ്ടികളൊക്കെ പിടിച്ചു നിൽക്കുന്നു. പക്ഷേ വിദേശ പല ബ്രാൻഡുകളും മെഴ്സിഡസ്, ജാഗ്വാർ തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഇവിടെ ഇന്ത്യയിൽ പരാജയപ്പെട്ടു വെക്കണം. നമ്മുടെ നാടിൻ്റെ പൾസ് അറിയില്ല. നമ്മുടെ നാട് അല്പം ഉഷ്ണമേഖലയാണ്. 6 മാസം ഉഷ്ണം, 6 മാസം തണുപ്പും ഒക്കെ ഉൾക്കൊണ്ട ചെങ്കുത്തായ കുത്തനുള്ള കയറ്റങ്ങളാണ്. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല, അവിടെ എപ്പോഴും തണുപ്പാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവിടെ എൻജിൻ ശരിയാക്കുക. അതുപോലെ തന്നെ എല്ലായിടത്തും നല്ല ഹൈവേ റോഡുകളാണ്.
അതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവായിരിക്കും അല്ലേ. ബോഡി വളരെ താഴ്ന്നും കൊണ്ടായിരിക്കും, സ്പോർട്സ് കാർ പോലെ താഴ്ന്നുകൊണ്ട്. അതിവിടെ പറ്റില്ല, ഇവിടെ കയറ്റവും ഹമ്പും കുഴികളൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്ന പല വിദേശ ബ്രാൻഡുകളൊക്കെ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രക്ഷപ്പെട്ടു പോകും. പിന്നെ അവരുടെ ഇമേജ് തന്നെ പിന്നെ ഇത് വരുന്നുണ്ട്, കോട്ടം തട്ടുന്നുണ്ട്. ഇന്ത്യയിൽ കാറുകൾ നിർമ്മിച്ച് 6 മാസം വരുമ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ മൊത്തം ലോകത്തുള്ള അവരുടെ പേരിന് കോട്ടം തട്ടുന്നത് കൊണ്ട് അവർ ഇന്ത്യയിലേക്ക് അങ്ങനെ കാറുകൾ ഇറക്കുകയൊന്നുമില്ല, അല്ല ഇതിനെ പിൻവലിക്കണം, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം കാലങ്ങളായി ഇവിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മറ്റു വാഹനങ്ങൾ, മാരുതിയുടെയും ടാറ്റയുടെയൊക്കെ വാഹനങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം എന്താണ് കാലങ്ങളായി ഇവിടെ നിർമ്മിച്ചു വരിക. അവർക്ക് ഇന്ത്യൻ്റെ കാലാവസ്ഥ രീതിയും ജനങ്ങളുടെ ട്രാഫിക് സംസ്കാരവും ഒക്കെ അറിയാം, മറ്റവർക്ക് അറിയില്ല. അതുപോലെ തന്നെയാണ് പ്രവാചകൻ. ആ നാട്ടിൽ നിന്നുള്ള പ്രവാചകനാണ്. ആ നാടിനെപ്പറ്റി ശരിക്കും അറിയുന്ന പ്രവാചകന് മാത്രമേ ആ നാട്ടുകാരെ പ്രബോധനം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ദൈവമൊക്കെ യുക്തിപരമായിട്ട് ചെയ്യുക, മനസ്സിലായില്ലേ. കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ രീതി ഇങ്ങനെയാണ്. അങ്ങനെ യുക്തിമാനായ ദൈവത്തെപ്പറ്റി കൂടുതൽ അറിയാനും അവൻ്റെ യഥാർത്ഥ ദാസന്മാരായി തീരുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.